ഹേയ് ഗായ്സ്, രാവിലെ തന്നെ അതിശക്തമായ മഴക്കോള് കണ്ടപ്പോഴേ ഇന്ന് പണി കിട്ടുമെന്ന് വിചാരിച്ചതാ. ഏതായാലും ഇറങ്ങി. ഇനി എന്തേലും ആവട്ടെ എന്ന് ചങ്കത്തിയുടെ പ്രോത്സാഹനം കൂടിയായപ്പോൾ മഴയ്ക്കതങ്ങ് ഇഷ്ടമായെന്ന് തോന്നുന്നു. നിർത്താതെയുള്ള മഴ പെയ്ത് മഴ നനഞ്ഞ് തന്നെ ബസ്സിൽ കയറിയതേ ഓർമ്മയുള്ളൂ. പിന്നെ അവളുടെ സ്റ്റോപ്പിൽ വന്ന് ബസ് നിർത്തിയപ്പോഴാ ഒന്ന് ബോധം വീണേ. നല്ല മഴ വന്ന ആർക്കാ ഉറക്കം വരാത്തെ? ചെറിയൊരു പനി ചുറ്റി നടക്കുന്നതുകൊണ്ട് ഉളമ്പിളി പോലുള്ള കാറ്റ് വല്ലാണ്ട് എനിക്കൊരു ശല്യമാവുന്നുണ്ടോ എന്നെനിക്കൊരു സംശയം. ആലു എത്തി. എന്നിട്ടും മഴയ്ക്കൊരു കുറവില്ല. സിറ്റുവേഷൻസ് എന്ത് തന്നെ ആയാലും എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടവരാണ് എൻ്റെ അടുത്തുള്ളതെങ്കിൽ അതൊരു ഫീലാണ്. അപ്പോൾ എനിക്ക് ആ സിറ്റുവേഷൻസ് ഒക്കെ എത്ര വേഴ്സ്റ്റ് ആണെങ്കിലും എനിക്ക് അത്യാവശ്യം അതൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റും. അതല്ല, നിങ്ങളുടെ സ്ഥലത്തൊക്കെ മഴയുണ്ടോ? ഇവിടെ നല്ല മഴയാ. എല്ലാവരും സുഖമായിരിക്കുന്നോ? 2-3 ദിവസമായിട്ട് എറണാകുളത്ത് അവിടെ ഇവിടെ ആയിട്ട് എന്തോരം മഴ പെയ്യുന്നു എന്നുള്ളത് നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ കൂടെ കണ്ടിട്ടുണ്ടാവും. നേരെ ഞങ്ങൾ സീമാസിലേക്കാണ് പോയത്. 3rd ഫ്ലോറിലാണ് നമ്മുടെ സാരി കളക്ഷൻസ്. ഈ കാണുന്ന സാരീസ് ഒക്കെ 1500 തൊട്ട് 2000 രൂപ റേഞ്ചിൽ വരുന്നത്. പക്ഷേ ഇപ്പൊ ഇതിന്റെ പകുതി റേറ്റ് കൊടുത്താൽ മതി. എല്ലാം നല്ല കളേഴ്സ്, നല്ല മെറ്റീരിയൽ, ഒരുപാട് കളേഴ്സ് ഉണ്ടായിരുന്നു. എനിക്ക് എല്ലാ സാരി കളക്ഷൻസും ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഒരു നിമിഷത്തേക്ക് ഞാൻ ആ മാടമ്പള്ളിയിലെ മനോരോഗിയായി മാറിയോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. ഞാൻ ആദ്യം ഈ ഒരു സാരി എടുക്കാനാണ് പ്ലാൻ ചെയ്തത്. 400 രൂപയാണ് റേറ്റ് വരുന്നത്. ഒറിജിനൽ പ്രൈസ് 800 രൂപ വരുന്നതുകൊണ്ട് പകുതി പ്രൈസ് ആയിട്ടുള്ള 400 രൂപയാണ് നമ്മൾ കൊടുക്കുന്നത്. എന്നിട്ടും ഓഫർ റേറ്റിലുള്ള ഒരുപാട് സാരികൾ, ഡിഫറെന്റ് മെറ്റീരിയൽസും ഷെയ്ഡ്സും ഒക്കെ വരുന്ന മെറ്റീരിയൽ സാരീസ് ഞാൻ ട്രൈ ചെയ്തു. സിംഗിൾ ഷെയ്ഡിൽ ബോർഡർ വേറൊരു കളർ കോമ്പിനേഷൻ വരുന്ന സാരീസിനോടാണ് എനിക്കൊരു ചായ്വ്. എനിക്കതാ കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടത്. മാടമ്പള്ളിയിലെ മനോരോഗി. ഇപ്പൊ എന്തോ സാരി ഒരു ക്രൈസ് ആയിട്ട് എൻ്റെ തലയിലുണ്ട്. അതുകൊണ്ട് തന്നെ ഓൺലൈൻ ഷോപ്പിംഗ് ആപ്പിന്റെ വിഷ് ലിസ്റ്റിൽ ഇപ്പോൾ സാരീസ് ഞാൻ ആഡ് ചെയ്യാറുണ്ട്. അങ്ങനെ പോകുമ്പോഴാണ് ഞാൻ ഈ ഒരു സാരി കണ്ടത്. എനിക്ക് ഇതാ ഇഷ്ടം. കളർ വെച്ച് നോക്കുന്നു. മിക്കവാറും വാങ്ങും. പക്ഷെ 2 എണ്ണം ഉണ്ട്. ഇതിലേതെടുക്കണമെന്ന് കൺഫ്യൂഷനായി. അതിനിടയ്ക്ക് കൂടി ഒരാൾക്ക് ഞങ്ങളൊരു ഗിഫ്റ്റും കൂടി എടുത്തു. അതൊക്കെ വരുന്ന വ്ലോഗിൽ പറയാം. ആളുടെ ഒരു ബിഗ് ഡേ ആണ് വരാൻ പോകുന്നത്. സോ അതിനും കൂടെ വേണ്ടിയാണ് ഞങ്ങളിവിടെ വന്നത്. അതെടുക്കാം. ഇത് 190. ഇത് നമ്മുടെ മാറ്റാണ്, ചവിട്ടി. 42 രൂപയേ ഉള്ളൂ. അങ്ങനെ ഞങ്ങൾ കുറച്ച് സാധനങ്ങളും വാങ്ങിച്ച് ബില്ല് ചെയ്ത് ഇറങ്ങി. പുറത്ത് വെച്ച കുട എടുക്കാൻ മറന്നാൽ തീർന്നു. അമ്മയുടെ പുതിയ കുടയാ. പിന്നെ ചുമ്മാ ഒന്ന് മാച്ചിൽ കയറി. പുറത്ത് ജസ്റ്റ് വിലയൊക്കെ നോക്കി. പക്ഷെ എന്തോ അങ്ങോട്ടൊന്നും ഇഷ്ടപ്പെട്ടില്ല. നല്ല കത്തി റേറ്റും. നേരെ ഇറങ്ങി ഞാൻ കുറച്ച് ക്രാഫ്റ്റിന്റെ സാധനങ്ങൾ വാങ്ങിക്കാനായിട്ട് പ്രൈവറ്റ് ബസ്സും പിടിച്ച് നേരെ പമ്പ് ജംഗ്ഷനിലോട്ട് പോയി. പ്രൈവറ്റ് ബസ്സിലെ പാട്ട് പിന്നെ വൈബാണല്ലോ. ഈ തലയാട്ടുന്ന പട്ടിക്കൂട്ടിനെ എനിക്ക് അങ്ങോട്ട് ഒത്തിരി ഇഷ്ടപ്പെട്ടു. അല്ല, ഈ ഡെക്കറേഷൻസ് ഇല്ലാത്ത പ്രൈവറ്റ് ബസ് ഉണ്ടാവും? എനിക്കൊരു സംശയം. അല്ല, ഈ ഡെക്കറേഷൻസ് ഇല്ലാതെ പ്രൈവറ്റ് ബസ്സിന് എന്താ ആഘോഷമല്ലേ? ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ ഒരു 2-3 കടയിൽ കയറിയതും അതൊന്നും തുറന്നിട്ടുണ്ടായിരുന്നില്ല. ആണോ? കുറെ നേരം ഇരുന്നിട്ടായിരുന്നു. അപ്പോഴേക്കും നമുക്ക് വിശക്കുമല്ലോ, സ്വാഭാവികം. ബർഗർ മീറ്റായിരുന്നു എന്ന് കഴിച്ച് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത്. എനിക്ക് അതൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷെ ലാസ്റ്റാണ് അവളും അത് മനസ്സിലാക്കിയത്. ഇരിക്കുന്ന ബർഗർ ഒന്ന് എടുത്തതെന്നാണ് നമ്മൾ പറയാറുള്ളൂ. പക്ഷെ അത് ചിക്കൻ ആണോ അതോ മീറ്റ് ആണോ എന്ന് നമ്മൾ നോക്കാറില്ല. ബർഗർ ആയിക്കോട്ടെ, പപ്സ് ആയിക്കോട്ടെ, സമൂസ ആയിക്കോട്ടെ, എന്തായാലും നമുക്ക് സോസ് മസ്റ്റാണ്. നമ്മൾ ടൊമാറ്റോ സോസ് എടുത്തിരിക്കും. എനിക്ക് എപ്പോൾ എവിടെ പോയാലും അടയുണ്ടെങ്കിൽ അത് മസ്റ്റാണ്. എന്തോ ഇഷ്ടമാണ്. തേങ്ങയും ശർക്കരയും ഒക്കെ ചേർത്ത് ഫില്ലിംഗ് ഒക്കെ വെച്ച അരിപ്പൊടി വെച്ച് കുഴച്ചുണ്ടാക്കിയ ആ ഒരു സാധനം എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. 2 കോഫിയും കൂടെ പറഞ്ഞു.
മേടിച്ച സാധനങ്ങളൊക്കെ അവിടെ ഇരുന്ന് തന്നെ സോർട്ട് ചെയ്ത് ഞങ്ങൾ ബില്ലും കൊടുത്ത് അതൊക്കെ 2 കവറിലാക്കി. ഈ സ്ഥലം പിന്നെ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല, ഇത് ആലുവ മണപ്പുറമാണ്. പകുതിയായപ്പോൾ അടുത്ത മാസം കാണാന്ന് പറഞ്ഞ് അവൾ ഇറങ്ങി. എന്തോ ഒരു സങ്കടം. എനിക്ക് എൻ്റെ ലൈഫിൽ അങ്ങനെ കുറച്ച് ആൾക്കാർ മാത്രമേ ഉള്ളൂ, അതുകൊണ്ട്.